അഖിൽമാരാർ വീണ്ടും ചാണകം ചവിട്ടിയത് നിങ്ങളെല്ലാവരും ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇന്നലെ വരെ കോൺഗ്രസിനൊപ്പം നിന്നു, സീറ്റ് കിട്ടിയില്ല, ഇപ്പൊ ഇതാ വീണ്ടും മറുകണ്ഠം ചാടിയിരിക്കുന്നു. ഇത് ഐഡിയോളജി ആണോ അതോ ഓപ്പർച്യൂണിറ്റി ആണോ? ഇത് കേരള രാഷ്ട്രീയമല്ലേ, ഇവിടെ ഐഡിയോളജിക്കൊന്നും ഒരു പ്രസക്തി ഇല്ല. ഐഡിയോളജി മാറുന്നതിനും ഒരു പ്രസക്തിയില്ല. സീറ്റ് കിട്ടാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസ് മാരാർക്ക് കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അവിടെയാണ് അഖിൽമാരാരുടെ ശരിക്കും പറഞ്ഞ ബുദ്ധി പ്രവർത്തിച്ചത്. വെറുതെ കോൺഗ്രസിൽ ഇരുന്നിട്ട് സമയം കളയണോ അതോ റൂട്ട് മാറ്റണോ? കേരള രാഷ്ട്രീയത്തിൽ ഫിലോസഫി പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ചാൻസിനാണ് പ്രാധാന്യമുള്ളത്. ഇപ്പൊ വീണ്ടും 2020ലേക്ക് പോയപ്പോൾ എന്താ ഉണ്ടായത്? മീഡിയ അറ്റൻഷൻ കിട്ടി. സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഉണ്ട്, സപ്പോർട്ട് ഇല്ലായ്മയുണ്ട്. BJPന്റെ സപ്പോർട്ട് ഉള്ളതും കൊണ്ട് നാഷണലി നല്ല വിസിബിൾ ആവാനും സാധ്യതയുണ്ട്. കോൺഗ്രസിലായതും കൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. 2020 ആയതും കൊണ്ടോ സീറ്റ് ഉറപ്പാണ്, എന്തായാലും മത്സരിക്കാൻ പറ്റും. ഇന്നത്തെ പൊളിറ്റിക്സ് പറയണത് പാർട്ടി ഒന്നുമല്ല, വ്യക്തികളാണ്, പ്രതിച്ഛായകൾ മാത്രമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കളിയാക്കാം, പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടില്ല. പക്ഷെ മറുകണ്ഠം ചാടിയപ്പോഴോ എന്തായാലും ഇപ്രാവശ്യം മത്സരിക്കാൻ പറ്റുകയും ചെയ്യും. എന്തൊക്കെ വന്നാലും മത്സരിക്കണം, മന്ത്രിയാവണം, അത് മാത്രമാണ് ലക്ഷ്യം. അതിന് ഏത് ഐഡിയോളജിയും എന്ത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ മത്സരിക്കാൻ അവസരം കണ്ടെത്തിയവർ തന്നെയാണ് ലീഡേഴ്സ്. ഇതൊരു ഇമോഷണൽ ഡിസിഷൻ ആണ്, കോൺഗ്രസ് ആണ് എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിലോ അദ്ദേഹം ലീഡർ ആവില്ല. അതൊരു ഇന്റലിജന്റ് മൂവ് തന്നെയാണ്. ഫെയിം ഉണ്ട്, റെക്കഗ്നേഷൻ ഉണ്ട്, പണമുണ്ട്, ഇനി പാർട്ടി ഫണ്ടും വരും. കൊട്ടാരക്കരയിൽ ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. അഖിൽമാരാർ ചാണകം ചവിട്ടിയപ്പോ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഇത് സീറ്റിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞു, മറ്റൊരു കൂട്ടർ ബോൾഡ് ഡിസിഷൻ ആണ് എന്നും പറഞ്ഞു. പക്ഷെ കേരളത്തിന്റെ വോട്ടേഴ്സിന്റെ ഐഡിയോളജി എന്താണ്? അവർ കൂടുതലും വ്യക്തികളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ്. പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നത് വളരെ കമ്മിയാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ, അവരെല്ലാവരും അവരവരുടെ മെമ്പേഴ്സിനെ വോട്ട് ചെയ്തിരിക്കുന്നത് വ്യക്തികളെ നോക്കിയിട്ട് മാത്രമായിരിക്കും, അവിടെ പാർട്ടി നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ബൈ ഇലക്ഷന് വരുമ്പോൾ പാർട്ടി നോക്കാറുണ്ടെന്ന് എല്ലാവരും പറയണത്, പക്ഷെ അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഫെയിമും റെക്കഗ്നേഷനും ഉള്ള ആൾക്കാർക്ക് കൂടുതലും വിജയ സാധ്യത ഉറപ്പാക്കാൻ പറ്റാറുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി സ്ട്രെങ്ത് അല്ല, പബ്ലിക് അറ്റൻഷൻ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് അവരാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവാറുള്ളത്. കൊട്ടാരക്കരയിൽ പാരമ്പര്യമായിട്ട് ഭരിക്കണ കുറച്ച് ടീമുകൾ ഉണ്ടാവാം, പക്ഷെ അതിൽ പുതിയ ഫാക്ടർ കൂടി വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഫെയിം, സോഷ്യൽ മീഡിയ റീച്ച്, കൺസെന്റ് ആയിട്ടുള്ള മീഡിയ പ്രസൻസ്. അപ്പൊ ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഒരേ ഒരു പേര് മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. ബാലറ്റ് പേപ്പർ തുറക്കുമ്പോൾ ഒരു പേര് പരിചിതമാണെങ്കിൽ ആ പേരിലേക്ക് ആൾക്കാരുടെ കണ്ണും കയ്യും പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അവിടെ തന്നെ പകുതി വിജയിച്ച് കഴിഞ്ഞു. പൊളിറ്റിക്സിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളും സർവൈവ് ചെയ്യില്ല, സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അഖിൽമാരാർ റൂട്ട് മാറ്റിയപ്പോ മീഡിയ അറ്റൻഷൻ ഡബിൾ ആവുകയാണ് ചെയ്തത്. കളിയാക്കണ്ടവർ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കും, അവരുടെ അടുത്ത് പോകാൻ പറ. ഇതാണ് പൊളിറ്റിക്കൽ സർവൈവൽ സ്ട്രാറ്റജി. അഖിൽമാരാർ ശരിക്കും പറഞ്ഞാൽ തന്റെ പേഴ്സണൽ ബ്രാൻഡിങ് എക്സ്പാൻഡ് ചെയ്തു എന്നല്ലാണ്ട് വേറൊന്നും ഇവിടെ നടന്നിട്ടില്ല. കേരളത്തിൽ ഐഡിയോളജിയും കൊണ്ട് ഒരു ലീഡേഴ്സും ഉണ്ടായിട്ടില്ല, വിസിബിലിറ്റി കൊണ്ട് തന്നെ ലീഡേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അണികളെല്ലാവരും കൂടി ആ ഫ്രെയിമിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ ഡെസ്പറേറ്റ് മൂവ്, ദിസ് ഈസ് ഇന്റലിജന്റ് മൂവ്.